ആൻഡ് ഫോർ. ഈ രണ്ട് വേർഡ്സും നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. എപ്പോഴും കൺഫ്യൂഷൻസ് വരാറുണ്ടാവും അല്ലേ, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, ഇതിൻ്റെ എക്സാക്ട് മീനിങ് എങ്ങനെയാണ് വരാറുള്ളത് എന്നൊക്കെ. ടു എന്നുള്ളതും ഫോർ എന്നുള്ളതും ഇംഗ്ലീഷിൽ പ്രപ്പോസിഷൻസ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? പ്രപ്പോസിഷൻസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓരോ സെൻറ്റൻസ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടൂവിൽ നോക്കുകയാണെങ്കിൽ ഐ ഗേവ് ദ ബുക്ക് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ബുക്ക് കൊടുത്തു എന്നാണ്. സോ അവിടെ ഞാൻ ഒരാൾക്ക് ഒരു സാധനം ചെയ്തു. ഓക്കെ, നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ ഗിവിങ്, അവിടെ ഗിവിങ് എന്ന് പറയുന്നത് നമുക്ക് ടു യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഐ ഗേവ് ദ ബുക്ക് ടു മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ബുക്ക് കൊടുത്തു. ഓക്കെ, അവൾക്ക് ബുക്ക് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് എന്ത് ഇവിടുത്തെ ഈ ഒരു മീനിങ്. ഇനി ഇതേ സെൻറ്റൻസ് നമ്മൾ ഫോറിൽ യൂസ് ചെയ്യുമ്പോഴോ, ഇവിടെ നമ്മൾ ടൂലാണ് യൂസ് ചെയ്തത് അല്ലേ. ഇനി നമ്മൾ ഫോറിൽ യൂസ് ചെയ്യുകയാണെങ്കിലോ ഐ ഗേവ് ദ ബുക്ക് ഫോർ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ബുക്ക് കൊടുത്തു. ഓക്കെ, സോ അവിടെ ഫോർ എന്ന് പറയുമ്പോൾ ആക്ച്വലി വേണ്ടി എന്ന് നമുക്കൊരു മീനിങ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഐ ഗേവ് ദ ബുക്ക് ഫോർ മൈ ഫ്രണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സോ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഓക്കെ, സോ അവിടെ വേണ്ടി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഐ ഗേവ് ദ ബുക്ക് ടു മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ബുക്ക് കൊടുത്തു. ഇപ്പം അറ്റ് സ്ട്രെച്ച് ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഒരുമിച്ചുണ്ടായിരുന്നു, അവൾ ബുക്ക് ചോദിച്ചു, ഞാൻ ആ ബുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഓക്കെ, ഐ ഗേവ് ദ ബുക്ക് ടു മൈ ഫ്രണ്ട്. ഇനി വേണ്ടി, ഐ ഗേവ് ദ ബുക്ക് ഫോർ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബുക്ക് കൊടുത്തു. ഓക്കെ, ഇത് മലയാളത്തിൽ വരുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് ആണ് അല്ലേ, രണ്ടും പ്രപ്പോസിഷൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഷീ ഈസ് ഗോയിങ് ടു ദുബായ്, അവൾ ദുബായിലേക്ക്. ഇതെന്താണ്? ഒരു സ്ഥലത്തേക്ക്, ഒരു പ്ലേസിലേക്ക് എന്ന് നമ്മൾ പറയുന്നതും നമുക്ക് ടു യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷീ ഈസ് ഗോയിങ് ടു ദുബായ്, അവൾ ദുബായിലേക്ക് പോകുകയാണ്. ഓക്കെ, അവൾ ദുബായിലേക്ക് പോകുകയാണ്. അവിടെ എന്താണ്? ഒരു ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ, ഒരു ഡെസ്റ്റിനേഷൻ ആണ്, അതൊരു പ്ലേസ് ആണ് ദുബായ് എന്ന് പറയുന്നത്. ആ സ്ഥലത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തു. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ എം ഹിയർ ഫോർ എൻ ഇൻ്റർവ്യൂ. ഫോറിൽ വരുന്നൊരു സെൻറ്റൻസ് ആണ് ഐ എം ഹിയർ ഫോർ എൻ ഇൻ്റർവ്യൂ. ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഓഫീസിൽ എന്ത് ചെയ്തു, ഇൻ്റർവ്യൂക്ക് വേണ്ടി വന്നു. സോ ഐ എം ഹിയർ ഫോർ എൻ ഇൻ്റർവ്യൂ, ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടിയാണ് ഉള്ളത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ ഫോർ എന്ന് പറയുന്ന മീനിങ് ആ ഒരു സെൻറ്റൻസിൽ. Okay, now the next one is, it is about 2 kilometers from my home to office. എൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 2 kilometers ആണ്. ഓക്കെ, അവിടെ എന്താണ്? ആ ഒരു നമ്മളൊരു ഡിസ്റ്റൻസ് ആണ് പറയുന്നത് അല്ലേ, അറൗണ്ട് 2 kilometers ആണ് എവിടുന്ന് എൻ്റെ ഓഫീസിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക്. നോർമലി നമ്മൾ ഒരു ഇലേക്ക് എന്നുള്ളൊരു മീനിങ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു ഡെസ്റ്റിനേഷൻ പറയുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ടു യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ വരുന്ന ഒരു മീനിങ് ഇങ്ങനെയാണ്. ഓക്കെ, അല്ലാതെ എക്സാക്ട്ലി ടൂന് നമുക്ക് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട് എന്ന് മലയാളത്തിലേക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ വേർഡ്സിലേക്കും സെൻറ്റൻസിലേക്കുമായിട്ട് കൊടുക്കുന്നതാണ് എന്ത് ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് about 2 kilometers from my home to office. എൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 2 kilometers ആണ്. ഓക്കെ, ഡിസ്റ്റൻസ്. ഇനി ഇവിടെയോ, ആർ യു റെഡി ഫോർ ദ ഫംഗ്ഷൻ? നീ ഫംഗ്ഷന് വേണ്ടി റെഡി ആണോ? ഓക്കെ, നീ റെഡി ആയിട്ടുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ആർ യു റെഡി ഫോർ ദ ഫംഗ്ഷൻ? നീ ഫംഗ്ഷന് വേണ്ടി റെഡി ആണോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ, തയ്യാറാണോ എന്നുള്ളതൊക്കെ. നമ്മൾ മേ ബി ഡ്രസ്ഡപ്പ് ആവുന്നതായിരിക്കാം, എന്തായിരിക്കാം. സോ അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് നമ്മളവിടെ ഫോർ യൂസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആൻഡ് ഫോർ. ഓക്കെ, ടു ഫോർ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പ്രപ്പോസിഷനാണ്. ഇത് രണ്ടും പ്രപ്പോസിഷൻസ് ആണ് ഇംഗ്ലീഷിൽ. ഇത് ഓരോ സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചില ഡിഫറൻസസും മീനിങ്ങിൽ ഇങ്ങനത്തെ ചില ഡിഫറൻസസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ടു നോ മോർ അബൌട്ട് ദ കോഴ്സ് ഡീറ്റെയിൽസ് at English Cafe, please click the link in the description. Thank you. English Cafe. We present you the perfect English.